വെൽക്കം ടു യശോദ ഹൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡേ 3 ടൈം ടേബിളാണ്. പഠിക്കാനുള്ള മെറ്റീരിയൽസും ടൈം ടേബിളും ഒക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. യശോദ ഹൈജു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ. ഇന്ന് നമുക്ക് നോക്കാം ബയോളജിയിലെ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം. +1 ചാപ്റ്റർ 4 ആണ് ബയോളജിയിലെ ആനിമൽ കിങ്ഡം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ ഓർഗനിസംസിനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത് RH വിറ്റക്കർ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ആനിമൽ കിങ്ഡത്തിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ബേസിസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലോം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് ആനിമൽ ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ വരുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് നമുക്കറിയാം യൂണി സെല്ലുലാർ ഓർഗനിസംസ് ഉണ്ടല്ലേ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനിസംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സെൽസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചറാണ്. സെൽസ് കൂടി ചേർന്നിട്ട് എന്തോന്നാവുന്നത്, ടിഷ്യൂസ് ആവുന്നത് അല്ലേ, ടിഷ്യൂസ്. അപ്പോൾ ടിഷ്യൂസ് കാണപ്പെടുന്ന ഓർഗനിസംസ് ഉണ്ട്, അതിനെ നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ടിഷ്യൂസ് ചേർന്നിട്ട് എന്താണ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓർഗനിസംസ് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ബോഡീനെ നമ്മൾ പറയുന്നത് ഓർഗൻ സിസ്റ്റം, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്. അടുത്തത് നമ്മൾ ഓർഗൻസ് ചേർന്നിട്ട് കുറേയധികം സിസ്റ്റംസ്, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതുപോലെയൊക്കെയുള്ള ഓർഗൻ സിസ്റ്റംസ് ആണെങ്കിൽ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും ആണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ ആദ്യം നോക്കുന്നത് സ്പോഞ്ചസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. സ്പോഞ്ചസിലാണെങ്കിൽ ദ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ്. സെൽസ് ജസ്റ്റ് ഇങ്ങനെ ലൂസായിട്ട് അവിടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് സ്പോഞ്ചസിൽ കാണുന്നത്. ദേ എക്സിബിറ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവരുടെ ബോഡീൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അടുത്ത് വരുന്നത്, അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, സെല്ലുലാറിലെ എക്സാമ്പിൾ സ്പോഞ്ചസ് ആണ്. ഇനി രണ്ടാമത്തേത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ എക്സാമ്പിളായിട്ട് വരുന്നത് സീലൻഡ്രേറ്റ്സ് ആണ്. ഓക്കെ, സീലൻഡ്രേറ്റ്സ് ആണ്. പിന്നെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് പ്ലാറ്റി ഹെൽമിന്തസും മറ്റ് ഹയർ ഫൈലയും ആണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. പിന്നെ ഈ അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്ക്സ്, പിന്നെ നമ്മുടെ എക്കൈനോഡേംസ്, കോർഡേറ്റ്സ്, ഇവരിലെല്ലാം കാണുന്നത് അവർക്കൊക്കെ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. സോ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഇവർക്ക് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഇൻട്രൊഡക്ടറിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരെണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ജസ്റ്റ് ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അതായത് മൗത്തായിട്ടും ഏനസായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആർക്കാണുള്ളത്? എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിന്തസ്. എന്നാൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് 2 ഓപ്പണിങ്സ് കാണും, മൗത്തും കാണും ഏനസും കാണും. അത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും. അപ്പം ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കി വയ്ക്കുക. സിംഗിൾ ഓപ്പണിംഗ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റും, 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതായത് മൗത്തും ഏനസും പ്രസൻ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇനി ഇൻട്രൊഡക്ഷനിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഇവരുടെ നമ്മളെ ഓർഗനിസംസിൻ്റെ നമ്മുടെ ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അവരുടെ ബ്ലഡ് റിലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പും ഉണ്ട്. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പേരിൽ തന്നെ ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഒന്നും കാണത്തില്ല അല്ലേ. പക്ഷേ ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ വിച്ച് ദ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ് ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സ്. അതായത് ആർട്ടറീസ് ഉണ്ടാവും, വെയിൻസ് ഉണ്ടാവും, കാപ്പിലറീസ് ഉണ്ടാവും. അതായത് നമ്മുടെ ബ്ലഡിനെ വഹിച്ചു കൊണ്ട് പോകാനായിട്ട് കറക്റ്റായിട്ട് കുഴലുകൾ പ്രസൻ്റ് ആയിരിക്കും. ഏതിൽ? ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ. ഓപ്പൺ ടൈപ്പ് ആണെങ്കിൽ ഇൻ വിച്ച് ദ ബ്ലഡ് ഈസ് പംപ്ഡ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ സെൽസ് ആൻഡ് ദ ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ഡ് ഇൻ ഇറ്റ്.
മനസ്സിലായോ? ഡയറക്റ്റായിട്ട് എന്തിൽ നിന്നാണോ റിലീസ് ചെയ്യുന്നത്, ബ്ലഡ് റിലീസ് ചെയ്യുന്നത്, ആ ബ്ലഡിൽ തന്നെ ഈ ഓർഗൻസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതായത് പ്രത്യേകിച്ച് ബ്ലഡിന് പോകാനായിട്ട് എന്തില്ല, ഒരു ഒരു എന്താണ് വെസൽസ് അവിടെ ഇല്ല. അതാണ് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് ടൈപ്പിലാണെങ്കിൽ ആർട്ടറി, വെയിൻസ്, കാപ്പിലറീസ് ഒക്കെ പ്രസൻ്റ് ആണ് ബ്ലഡിനെ കൊണ്ടുപോകാനായിട്ട്. അടുത്ത് നോക്കാനുള്ളത് സിമെട്രിയാണ് നോക്കാനുള്ളത്. ആനിമൽസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ സിമെട്രി. അവരുടെ സിമെട്രി അനുസരിച്ചിട്ട് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് 3ആയിട്ട്: 1 എസിമെട്രിക്കൽ ക്ലാസിഫിക്കേഷൻ, 2 റേഡിയൽ സിമെട്രി, 3 ബൈലാറ്ററൽ സിമെട്രി. എസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ വരുന്നത് സ്പോഞ്ചസ് ആണ്. എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദി സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻ ടു ഈക്വൽ ഹാഫ്സ്. ഒരു ഓർഗനിസത്തിനെ നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ സെൻറ്ററിൽ കൂടി ഉള്ള എന്താണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെൻട്രൽ പ്ലെയിനിലൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ഹാഫായിട്ട് കിട്ടത്തില്ല. ഓക്കെ, എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദി സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻ ടു ഈക്വൽ ഹാഫ്സ്. ഇതിന് ഇപ്പോൾ ഇവിടെ ഈ വശത്തിരിക്കുന്നത് പോലല്ല, ഈ വശത്തിരിക്കുന്ന പോലത്തെ ഷേപ്പ് അല്ല നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നത്, അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ അതാണ് എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദി സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻ ടു ഈക്വൽ ഹാഫ്സ്. അങ്ങനെയുള്ള സിമെട്രിനെ പറയുന്നത് എസിമെട്രിക്കൽ അല്ലെങ്കിൽ ആ ഓർഗനിസത്തിന് എസിമെട്രിക്കൽ ഓർഗനിസം എന്ന് പറയും. എക്സാമ്പിൾ സ്പോഞ്ചസ്. വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗനിസം ഇൻ ടു 2 ഐഡന്റിക്കൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തില്ലേ, ഇത് ചില ഓർഗനിസത്തിൽ എന്തോന്നായിരിക്കും, ഇപ്പോൾ നോക്കി ചുമ്മാ ഒരു ഷേപ്പ്, ഇപ്പോൾ ഈ ഒരു ഷേപ്പിനെ നമ്മൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോന്നായിരിക്കും, 2 ഐഡന്റിക്കൽ ഹാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇതും ഈ 2 ഹാഫുകളും ഐഡന്റിക്കലായിരിക്കും. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് റേഡിയൽ സിമെട്രി എന്ന് പറയും. സീലൻഡ്രേറ്റ്സ്, ടീനോഫോർസ്, എക്കനോഡേംസ് ഈ ഒരു സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. ഇനി വരുന്നത് ബൈലാറ്ററൽ സിമെട്രി. ആനിമൽസ് ലൈക്ക് അനലിഡ്സ്, ആർത്രോപോഡ്സ് എക്സെട്ര വെർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി വൺ പ്ലെയിൻ. ഒറ്റ പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ മാത്രം അവരുടെ ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫുകൾ കിട്ടുന്ന എന്താണ് സിമെട്രിയാണ് ബൈലാറ്ററൽ സിമെട്രിയിൽ വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ റേഡിയൽ സിമെട്രിയുടെ എക്സാമ്പിൾ, അടുത്ത ബൈലാറ്ററൽ സിമെട്രിയുടെ എക്സാമ്പിൾ. ഇതിപ്പോൾ നോ സിമെട്രി, എസിമെട്രിക്കൽ ആണ്, പോരിഫെറ. ഇവരെ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾ നിഡേറിയയൊക്കെ പറയാണ്. ഒരു സെൻട്രൽ പ്ലെയിനിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഐഡന്റിക്കൽ പീസസ് കിട്ടും. ഇനി ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലി വൺ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കിട്ടുന്നതാണ് ഇത് ബൈലാറ്ററൽ സിമെട്രി. ഇനി പറയുന്നത് ഓർഗനിസത്തിൻ്റെ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും നേച്ചറാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ആനിമൽസ് ഇൻ വിച്ച് ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 എംബ്രിയോണിക് ലെയേഴ്സ്, ആൻ എക്സ്റ്റേണൽ എക്ടോഡേം ആൻഡ് ആൻ ഇന്റേണൽ എൻഡോഡേം ആർ കോൾഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതായത് ഈ എംബ്രിയോണിക് ലെയേഴ്സിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്ടോഡേമും ഇന്റേണൽ ആയിട്ടുള്ള എൻഡോഡേമും മാത്രമേ ഉള്ളൂ, 2 ലെയർ മാത്രമേ ഉള്ളൂവെങ്കിലാണ് ഇത് എന്താവുന്നത്, ഡൈ ആവുന്നത്, ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആവുന്നത്. എക്സാമ്പിൾ സീലൻഡ്രേറ്റ്സ്. ഇനി an undifferentiated layer mesoglea is present in between the ectoderm and endoderm. അപ്പോൾ ഇവർ പ്രിമിറ്റീവ് എന്നല്ല, നമ്മുടെ കോർഡേറ്റ്സിൻ്റെ അത്രയും ഹയർ ലെവൽ അല്ല എങ്കിലും ഈ പറയുന്ന ആനിമൽസിൽ എക്ടോഡേമും എൻഡോഡേമും മാത്രമുള്ള ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിൻ്റെ ഇടയിലായിട്ട് ഒരു മീസോഗ്ലിയ എന്ന് പറയുന്ന അൺഡിഫറൻഷിയേറ്റഡ് ലെയർ കൂടി കാണപ്പെടുന്നുണ്ട്. ഇനി ദോസ് ആനിമൽസ് ഇൻ വിച്ച് ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഹാസ് എ തേർഡ് ജെർമിനൽ ലെയർ. ഇപ്പോൾ പറഞ്ഞില്ലേ, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റതിൽ എക്ടോഡേമും എൻഡോഡേമും മാത്രം, പക്ഷേ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ എന്ത് കാണും, എംബ്രിയോയിൽ ഒരു മിഡിൽ മീസോഡേം കൂടെ കാണും. കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത മീസോഡേം എന്ന് പറയുന്ന ഒരു ജെർമിനൽ ലെയർ കൂടി കാണും. അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക്, ട്രൈ അല്ലേ, ഇപ്പോൾ 3 ലെയേഴ്സ് ആയില്ലേ, സോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്ന എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോർഡേറ്റ്സ് വരെ ഉള്ളവർ. ഇനി പറയുന്നത് സീലോമാണ്. സീലോം, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ദ ഗട്ട് വാൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബോഡി വാളിനും ഗട്ട് വാളിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ക്യാവിറ്റിയുടെ പ്രസൻസും ആബ്സെൻസും.
ദ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം ഈസ് കോൾഡ് സീലം. അങ്ങനെ എന്തോന്നാണ് ഒരു ബോഡി ക്യാവിറ്റി, അത് എവിടെയാണ് മീസോഡേമിൽ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ബോഡി ക്യാവിറ്റീനെയാണ് സീലോം എന്ന് പറയുന്നത്. ആനിമൽ പൊസസിങ് സീലോം ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലോം പ്രസന്റ് ആയിട്ടുള്ള ആനിമൽസിന് സീലോമേറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ അനലിഡ്സ്, മൊളസ്ക്സ്, ആർത്രോപോഡ്സ്, എക്കൈനോഡേംസ്, ഹെമികോർഡേറ്റ്സ്, കോർഡേറ്റ്സ്. ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം. ഇൻസ്റ്റെഡ് ദ മീസോഡേം ഈസ് പ്രസന്റ് as scattered pouches in between the ectoderm and endoderm. ചിലതിൽ എങ്ങനെയായിരിക്കും ഈ സീലോം കാണത്തില്ല, പക്ഷെ അവർ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനെ പറയുന്നത് എന്തോന്നാണ്, അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ പറയുന്നത് അല്ല സ്യൂഡോ സീലോമേറ്റ്സ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള പൗച്ചസിന് സ്യൂഡോ സീലോം എന്നും പറയും. അങ്ങനെയുള്ള ആനിമൽസിനെ പറയുന്നത് സ്യൂഡോ സീലോമേറ്റ്സ് എന്നും പറയും. എക്സാമ്പിൾ ആഷൽ മെന്തസ്. അടുത്ത് പറയുന്നത് ആനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ് ആർ കോൾഡ് എസ്സിലോമേറ്റ്സ്. ഈ ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ സീലോം ഇല്ലാത്ത ആൾക്കാരെ പറയുന്നത് എസ്സിലോമേറ്റ്സ് എന്നാണ്. എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ആണ്. ഇപ്പോൾ എർത്ത് വേമിലൊക്കെ കാണുന്നില്ലേ, എർത്ത് വേമിൻ്റെ ബോഡിയിൽ ഒരു 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 എന്താണ് റെപ്പറ്റീഷൻ അല്ലേ, ഒരു സീരിയൽ റെപ്പറ്റീഷൻ അവരുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ പറയുന്നതാണ് എന്തോന്ന് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫിനോമിനെ പറയുന്നത് മെറ്റാമെറിസം. ഓക്കെ, സോ ഇൻ സം ആനിമൽസ് ദ ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്സ് വിത്ത് എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ചില ഭാഗത്തൊക്കെ ഇവർക്ക് എങ്ങനെയായിരിക്കും സീരിയൽ റെപ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. ബോഡിയെ സെഗ്മെന്റ് പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അതൊരു സീരീസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് കാണിക്കുന്നതിന് ആ ഒരു ഫിനോമിനെ മെറ്റാമെറിസം എന്നും ആ സെഗ്മെന്റേഷനെ പറയുന്നത്, ആ പാറ്റേണിനെ പറയുന്നത് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി നോട്ടോകോഡ് എന്ന് പറയുന്നതും ഒരു ഈ ആനിമൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ഫീച്ചറാണ്. നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദി ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം ആനിമൽസ്. ചില ആനിമൽസിലൊക്കെ അവരുടെ എംബ്രിയോ ഡെവലപ്പ് ആവുന്ന സമയത്ത്, ഭ്രൂണം ഡെവലപ്പ് ആവുന്ന സമയത്ത് അവരുടെ ഡോർസൽ സൈഡിൽ ഡിറൈവ് ചെയ്യുന്ന മീസോഡെർമലി ഡിറൈവ് ചെയ്യുന്ന റോഡ് ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് ഉള്ള ആനിമൽസ് ആണ് കോർഡേറ്റ്സ് എന്നും, അതുപോലെ നോട്ടോകോഡ്സ് ഇല്ലാത്ത ആനിമൽസ് ആണ് നോൺ കോർഡേറ്റ്സ് എന്നും അറിയപ്പെടുന്നത്. പിന്നെ ഈ നോട്ടോകോഡ്സ് ഇല്ലാത്തവർക്ക് എക്സാമ്പിൾ പോരിഫെറ, എക്കൈനോഡേംസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്, ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഇപ്പം നമ്മൾ കുറേ സിമെട്രിയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസിൻ്റെ ഈ ഒരു ടേബിളിൽ വരുന്നത്. സോ കിങ്ഡം നോക്കുക, കിങ്ഡം നമ്മൾ ഏതാണ് അനിമേലിയാണ് പറയുന്നത്. ഇവിടെ യൂണിസെല്ലുലാർ ഒന്നുമില്ല, ഫുള്ളി മൾട്ടി സെല്ലുലാർ ആണ്. അതുകൊണ്ട് തന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ വരും, സെല്ലുലാർ ലെവലും ഉണ്ട്, പിന്നെ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സെല്ലുലാർ ലെവലിൽ വരുന്ന ആൾക്കാർ ആരാണ്, പോരിഫെറയാണ്. പിന്നെ ബാക്കി സീലൻട്രേറ്റ മുതൽ കോർഡേറ്റ വരെ ഉള്ളവർ വരുന്നത് ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്. ഓക്കെ, ഇത്രയും വരുന്നത് അടുത്ത ഹയർ സ്റ്റേജസിലാണ്. പിന്നെ ഇവരുടെ സിമെട്രി പറയുകയാണെങ്കിൽ പോരിഫെറയാണ് എസിമെട്രി കാണിക്കുന്നത് പോരിഫെറയാണ്. അവരുടെ ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും, സീലോമേറ്റ്സ് ആയിരിക്കും, സീലോം ഇല്ല. പിന്നെ സീലൻട്രേറ്റയും ടിനോഫോറയും ആണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്, അവരും എസിലോമേറ്റ്സിൽ വരുന്നതാണ്. പ്ലാറ്റിഹെൽമിന്തസും ബാക്കി എല്ലാവരും വരുന്നത് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നു. പിന്നെ പ്ലാറ്റിഹെൽമിന്തസ് എസിലോമേറ്റ്സും, ആഷൽമിന്തസ് സ്യൂഡോസീലോമേറ്റ്സും, ബാക്കി അനലിഡ്സ് മുതൽ കോർഡേറ്റ് വരെയുള്ളവർ സീലോമേറ്റ്സും ആണ്. സീലോം പ്രസൻറ്റും ആയിരിക്കും അവർക്ക്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആനിമൽ കിങ്ഡത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.